സീറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ വ്യാജരേഖ നിർമ്മിച്ച കേസ് അട്ടിമറിക്കാനുള്ള വിമത നീക്കത്തിന് തിരിച്ചടിയായി ഹൈക്കോടതി ഇടപെടൽ. കേസിൽ വിചാരണ നടപടികൾ ഉടൻ പുനരാരംഭിക്കും. എറണാകുളം കാക്കനാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് വിചാരണ നടപടികൾ ഉടൻ പുനരാരംഭിക്കുക. കേസിൽ സർക്കാർ അഡ്വക്കേറ്റ് NP ഉണ്ണികൃഷ്ണനെ പബ്ലിക് പ്രോസിക്യൂട്ടറായും നിയമിച്ചിട്ടുണ്ട്. 2018 ആരംഭിച്ച വ്യാജരേഖ കേസിന്റെ അന്വേഷണത്തിൽ സത്യം തെളിയുമെന്ന പ്രതീക്ഷ ഇതോടെ ശക്തമായി കഴിഞ്ഞു. ഇഞ്ചിയോടി കമ്മീഷൻ മറയാക്കി വ്യാജരേഖ കേസ് വഴിതിരിച്ചുവിടാനുള്ള വിമത നീക്കമാണ് പൊളിഞ്ഞതും മറനീക്കി പുറത്തുവന്നതും. വ്യാജരേഖ കേസിലെ പരാതിക്കാരനായ ഫാദർ ജോബി മാപ്രക്കാവിൽ നൽകിയ അഡ്വാൻസ് പെറ്റീഷൻ പരിഗണിച്ചാണ് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടത്. പ്രൊഫസർ ജോസഫ് ഇഞ്ചിയോടി കമ്മീഷൻ റിപ്പോർട്ട് വ്യാജരേഖ കേസുമായി കൂട്ടിക്കുഴയ്ക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. തുടർന്ന് വ്യാജരേഖ കേസിലെ മൂന്നാം പ്രതിയും വിമത നേതാവുമായ ഫാദർ ബെന്നി മാരാമ്പറമ്പിൽ ഇതോടെ ഇഞ്ചിയോടി കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ചു. അന്വേഷണ റിപ്പോർട്ടിൽ ചില സുപ്രധാന പരാമർശങ്ങൾ ഉണ്ട് എന്ന പേരിലാണ് ഫാദർ ബെന്നി മാരാമ്പറമ്പിൽ കേസിന്റെ വിചാരണാ വേളയിൽ അത് തടസ്സപ്പെടുത്തുവാനായി ഇഞ്ചിയോടി കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ആഭ്യന്തര പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും ഭാഗമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അഡ്മിനിസ്ട്രേറ്ററുടെ നിർദ്ദേശപ്രകാരം പ്രൊഫസർ ജോസഫ് ഇഞ്ചിയോടിയുടെ നേതൃത്വത്തിൽ നടത്തിയ പഠന റിപ്പോർട്ട് അതിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തി സമർപ്പിക്കുക എന്നതായിരുന്നു വത്തിക്കാനിൽ നിന്നുള്ള നിർദ്ദേശം. പ്രൊഫസർ ജോസഫ് ഇഞ്ചിയോടി കമ്മീഷൻ അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി പേരിൽ നിന്നും തെളിവുകൾ ശേഖരിച്ചപ്പോൾ വ്യാജരേഖ കേസിലെ പ്രതികളും തെളിവുകൾ നൽകിയിരുന്നു. കമ്മീഷൻ റിപ്പോർട്ട് പൊതുരേഖയല്ല എന്ന് കാണിച്ച് പ്രൊഫസർ ഇഞ്ചിയോടി തന്നെ കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങിയിരുന്നു. എന്നാൽ ഇക്കാര്യം മറച്ചുവെച്ചാണ് ഫാദർ ബെന്നി ഹൈക്കോടതിയെ സമീപിച്ചത്. ഫാദർ ബെന്നിയുടെ ഹർജിയുടെ വാദത്തിന് ഇടയിൽ സർക്കാരിനു വേണ്ടി ഹാജരായ ഹൈക്കോടതി പ്ലീഡർ ഇക്കാര്യം ഹൈക്കോടതിയെ ധരിപ്പിച്ചു. ഇതോടെ കേസന്വേഷണത്തിന് ഇതൊരു തടസ്സമല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഫാദർ ബെന്നിയുടെ ഹർജി തള്ളുമെന്ന് ഏതാണ്ട് ഉറപ്പായ സാഹചര്യത്തിലാണ് ഹർജി പിൻവലിക്കുകയാണെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. സീറോ മലബാർ സഭാ സിനഡിന് വേണ്ടി വ്യാജരേഖ കേസിലെ പരാതിക്കാരനായ ഫാദർ ജോബി മാപ്രക്കാവിലിന്റെ അഭിഭാഷകരായി S. രാജീവ്, ഡാൽബി എമ്മാനുവൽ എന്നിവർ ഹൈക്കോടതിയിൽ ഹാജരായി. വ്യാജരേഖ കേസിന്റെ വിചാരണ തടസ്സപ്പെടുത്തുക എന്ന ദുരുദ്ദേശത്തോടെയാണ് വിചാരണ വേളയിൽ പ്രതിയായ ഫാദർ ബെന്നി മാരാമ്പറമ്പിൽ ഇഞ്ചിയോടി കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് വിവിധ കോടതികളെ സമീപിച്ചതെന്ന് ഇതോടെ വ്യക്തമായി. നേരത്തെ വിചാരണ കോടതിയും ജില്ലാ കോടതിയും ഫാദർ ബെന്നിയുടെ ആവശ്യം തള്ളിയിരുന്നു. തുടർന്നാണ് ഇദ്ദേഹം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. ഇതാണ് ഇപ്പോൾ കേസിൽ പ്രതിയായ ഫാദർ ബെന്നി പിൻവലിച്ചത്. ആലഞ്ചേരി പിതാവിനെ കൂടാതെ ലത്തീൻ സഭയിലെ 8 പിതാക്കന്മാർക്കും എതിരെ വ്യാജരേഖ നിർമ്മിച്ച കേസിലാണ് വിചാരണ വീണ്ടും പുനരാരംഭിക്കുന്നത്. വിമത സംഘത്തിലെ 3 മെത്രാൻമാർക്കും ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്ന പുരോഹിതന്മാർക്കും ഒരു സാമ്പത്തിക വിദഗ്ധനും കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമുണ്ടെന്ന ആധികാരിക ഡിജിറ്റൽ തെളിവുകൾ പുറത്തുവന്നിട്ടുണ്ട്. പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ വിചാരണ നേരിടുന്ന 3 വൈദികരെയും ഏതാനും അൽമായരെയും കൂടാതെയാണിത്. മാർ ആലഞ്ചേരിയുടെ മുൻ സെക്രട്ടറി ഫാദർ ടോണി കല്ലൂക്കാരനാണ് കേസിൽ 1-ാം പ്രതി. എറണാകുളത്തെ മുതിർന്ന വൈദികൻ ഫാദർ പോൾ തേലക്കാടാണ് 2-ാം പ്രതി. ഫാദർ ബെന്നി ജോൺ മാരാമ്പറമ്പിൽ 3-ാം പ്രതിയും IT എഞ്ചിനീയർ ആദിത്യ ഇസഡ് വളവി 4-ാം പ്രതിയുമാണ്. കർദിനാളിനെയും സീറോ മലബാർ സഭയെയും സ്ഥാപനങ്ങളെയും അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ വ്യാജരേഖകളുണ്ടാക്കി ഫാദർ ടോണി കല്ലൂക്കാരന്റെ നിർദ്ദേശപ്രകാരം ഫാദർ പോൾ തേലക്കാടിന് ഇമെയിലിൽ അയച്ചത് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. മാർ ആലഞ്ചേരിയുടെ അക്കൗണ്ടിൽ നിന്ന് ഹോട്ടൽ ശൃംഖലയിലെ കമ്പനിയിലേക്ക് 16 ലക്ഷം രൂപ കൈമാറ്റം ചെയ്തതിന്റെ വിശദാംശങ്ങളടങ്ങിയ വ്യാജരേഖകളാണ് 4-ാം പ്രതി ഉണ്ടാക്കിയത്. 2018 ഓഗസ്റ്റ് 20 മുതൽ വിവിധ തീയതികളിലായാണ് വ്യാജരേഖകൾ സൃഷ്ടിച്ചതെന്ന് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി. വ്യാജരേഖകളിൽ പറയുന്നതുപോലെ മാർ ആലഞ്ചേരിക്ക് സ്വകാര്യ ബാങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു.